സംസ്ഥാന സമിതി അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക ജില്ലകളിൽ ചർച്ച ചെയ്യണം. അതിനുവേണ്ടിയാണെന്ന് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചേർന്നത്. അതിനൊപ്പം തന്നെ വി ജോയ് വർക്കലയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ പകരം ആക്ടിംഗ് സെക്രട്ടറിയായി റഹീമിനെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തിരുന്നു. അതിന് ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയും വേണം. അതിനുവേണ്ടി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കരമന ഹരി രൂക്ഷ വിമർശനം വി ജോയിക്കെതിരെയും ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും ഉന്നയിച്ചത്. ഹരി പ്രധാനമായും പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറിമാർ മാറി നിൽക്കണം. അവിടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ ജില്ലാ സെക്രട്ടറിമാരുള്ള വരെയുള്ളവർ പലരും മാറി നിന്നു. ഏരിയ സെക്രട്ടറിമാർ വരെയുള്ള പലരും മാറി നിന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെ ആ തീരുമാനമെടുത്ത കമ്മിറ്റിയിലെത്തുമ്പോൾ ജോയിയെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുക്കുക. അതായത് ജോയി ജില്ലാ സെക്രട്ടറി പദത്തിലിരുന്നു കൊണ്ട് വീണ്ടും മത്സരിക്കുന്നു. നേരത്തെ വർക്കലയിൽ സമാനമായി വി ജോയി മത്സരിച്ചിരുന്നു. അതിന് പിന്നാലെ അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തൽക്കാലത്തേക്ക് മാറി നിന്നു. പിന്നീട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മറ്റാരെയും മത്സരിപ്പിക്കാനില്ലേ? എത്രയോ പ്രവർത്തകർ താഴെ മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? എന്തിന് ജോയിയെ തന്നെ പരിഗണിച്ചു എന്ന ചോദ്യമാണ് കരമന ഹരി ഉന്നയിച്ചത്. സെക്രട്ടറി പദം ആരുടെയും അട്ടിപ്പേർ അവകാശമല്ലെന്ന് കൂടി കരമന ഹരി പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയത് റഹീമിനെ ജില്ലാ സെക്രട്ടറി ആക്കിയത് സെക്രട്ടറി സുബൽ നൽകിയത് നന്നായി. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തിരുവനന്തപുരത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരുമില്ല. റഹീം വരുമ്പോൾ സ്വാഭാവികമായും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. ഇതിന് നേരത്തെ ഈ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ മറുപടി വരാതിരുന്ന MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ഈ വിമർശനത്തിന് അല്ലെങ്കിൽ ഈ അഭിനന്ദനത്തിന് മറുപടി നൽകി. അതായത് റഹീമിനെ സെക്രട്ടറി ആക്കിയത് മുസ്ലിം ആയതുകൊണ്ടല്ല, അങ്ങനെ ആർക്കും വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതല്ല CPM-ന്റെ സെക്രട്ടറി പദം. മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ നോക്കിയല്ല സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സമിതിയിൽ നിന്ന് പിന്നീട് ഒഴിവുള്ള രണ്ടുപേർ റഹീമും TN സീമയുമാണ്. തിരഞ്ഞെടുപ്പാണ്. ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളെ സെക്രട്ടറി ആക്കിയെന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ സാമുദായികമായോ മതപരമായോ പരിവേഷം നൽകേണ്ട എന്ന ഒരു മറുപടി കൂടി MV ഗോവിന്ദൻ നൽകി.